കോഴിക്കോട് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. പെരുമണ്ണ, പാറമൽ, പുറ്റക്കടവ് പ്രദേശം. വേനൽ കടുത്താൽ ഇവിടുത്തെ കിണറുകൾ വറ്റിത്തുടങ്ങും. ഇതോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കറുകളിൽ വെള്ളമടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ്. ദൂരെ ഇടങ്ങളിൽ പോയി വെള്ളം ശേഖരിച്ചുമൊക്കെയാണ് നാട്ടുകാർ കഴിയുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി കണക്ഷൻ എടുത്ത 3 വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെ വെള്ളം ലഭിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ്. വേനൽ കടുത്തു. അങ്ങനെ എല്ലാ ഇടങ്ങളിലും വലിയ അളവിൽ ഈ ജലക്ഷാമം രൂക്ഷമാണ്. എന്നാൽ ചില ഇടങ്ങളിലൊക്കെ തന്നെ കിണറുകൾ ഉണ്ടാകും. പക്ഷേ ആ കിണറിലെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. കൂടാതെ കലക്കവെള്ളമായിരിക്കും. അപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പം നിലവിൽ ഇവിടെ വേനലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊതുവെ വലിയ വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന സ്ഥലമാണ്. നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഭാഗങ്ങളിലേക്ക് പഞ്ചായത്തിൻ്റെ പതിവുണ്ടാവുക. ഈ വെള്ളത്തിൻ്റെ ക്ഷാമമുള്ള സമയത്ത് നിങ്ങൾ എന്താ സാധാരണഗതിയിൽ ചെയ്യാൻ? ഞങ്ങൾ ചില ആൾക്കാർ ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു ചിലപ്പോൾ വണ്ടിയിൽ വെള്ളം അടിക്കും, അല്ലെങ്കിൽ വേറെ അടുത്ത വീട്ടിൽ പോയി കിണറിൽ വെള്ളം കൊണ്ടുവരും. അത് ചെയ്യുന്നത് സാധാരണഗതിയിലെ ഈ വയൽപ്രദേശത്ത് വെള്ളം ഉണ്ടാവുമെന്നാണ് നമ്മൾ പറയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവിടെ. ഇല്ലില്ല, അത് ഉണ്ട്, വെള്ളമുണ്ട്, ചില സ്ഥലത്തുണ്ട്. പക്ഷെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ആ നിലവിൽ വെള്ളമുണ്ട്, പക്ഷേ വെള്ളം ഉണ്ടായിട്ട് കാര്യമില്ല. ആ വീട്ടിലെ വെള്ളത്തിന് കിണറുണ്ട്, വെള്ളമുണ്ട്, പക്ഷേ അത് കലക്കവെള്ളമാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. പകരം തൊട്ടടുത്ത വീട്ടിലെ ഈ കിണർ, നമ്മൾ ഈ കാണുന്ന ഈ കിണറിൽ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത്. അത് അവിടെ ഓസിട്ടിട്ട് ഇതിലെ ഇങ്ങനെ മുകളിലൂടെ അടുത്ത വീട്ടിലേക്ക് അടിക്കുകയാണ്. അതായത് ഒരു കിണറിന് 2-3 ആളുകളായിട്ട് എടുക്കുകയാണ്. മാത്രമല്ല നല്ല വേനലായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പം നമ്മളിവിടെയുള്ള ആളുകളുടെ പ്രതികരണം കേട്ടു. അപ്പം ഈ കലക്കവെള്ളമാണെന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ കിണറിലേക്ക് നോക്കണം. കാരണം ഈ കിണർ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം കിണറിൽ വെള്ളമുണ്ട്, പക്ഷേ മഞ്ഞ കളറുള്ള വെള്ളമാണ്. മാത്രമല്ല ഇവിടെ ഞങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടു. അപ്പം ഈ പാത്രത്തിൻ്റെ കളർ കണ്ടാൽ അറിയാം ഈ വെള്ളം എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. കാരണം വെള്ളം പാചകം ചെയ്യാനും ഒന്നും തന്നെ പറ്റില്ല. എന്താണ് നിലവിലെ അവസ്ഥ? എന്താ ഇവിടുത്തെ തീരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ലേ? ഇല്ല, തീരെ ഞങ്ങളിപ്പോൾ തീരെ ഉപയോഗിക്കാറില്ല. അപ്പം വെള്ളത്തിന് ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഓസിട്ടിട്ട് ഇപ്പോൾ എടുക്കുന്നത് അതാണ്. അപ്പം നിലവിൽ ഇവിടെ ഈ പ്രദേശം വയൽ പ്രദേശമാണെങ്കിൽ പോലും വലിയ രീതിയിൽ വെള്ളത്തിന് പ്രതിസന്ധി അനുഭവിക്കുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് തൊട്ടടുത്ത ഒരു ഇടം കൂടിയുണ്ട്, അവിടെയും കിണറുണ്ട്. അപ്പം അവിടുത്തെ സാഹചര്യം കൂടി നോക്കണം. അവിടെ നിന്നാണ് ഇവർ ഈ പൈപ്പ്, അത് ഓസ് വഴി വെള്ളം ഇവിടേക്ക് എത്തിക്കുന്നത്.